അപ്പൻ മരിച്ച് പിന്നെ എൻ്റെ കല്യാണം വരികയാണ്. എൻ്റെ കല്യാണത്താകുമ്പോഴത്തെ ഈ ഇളയപ്പന്മാരും മറ്റൊക്കെ ഇടഞ്ഞു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ കല്യാണം വന്നപ്പോൾ ആരും നമ്മുടെ കല്യാണം ചെയ്യാനോ ഒന്നിനുമില്ല. എന്നാൽ എല്ലാം ദൈവം ക്രമീകരിച്ചു. മാത്രമല്ല, എൻ്റെ ഇളയപ്പൻ ചെയ്തത്, ഈ ഞങ്ങളുടെ വലിയ കുടുംബമാണ്, ഈ കുടുംബത്തെല്ലാം ചെന്ന് കല്യാണത്തിന് ബ്ലോക്ക് ചെയ്തു. ആരും കല്യാണത്തിന് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം മാത്രമല്ല, ഈ ഇളയപ്പൻ 1500 രൂപ ഒരു മന്ത്രവാദിനെടുത്തുകൊണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി 1500 രൂപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കല്യാണ ദിവസം ഈ നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ വീടിൻ്റെ പൊത്തിലിരുന്ന് ഇങ്ങനെ നോക്കുക, കല്യാണം മുടങ്ങുമോ, എങ്ങനെ പൊട്ടും എന്നൊക്കെ നോക്കിയിരിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ദൈവം 98-99 വയസ്സായ അപ്പാപ്പന്മാർ പോലും എൻ്റെ കല്യാണത്തിന് വന്നു. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്ത്, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഇത്രയും വലിയൊരു കല്യാണം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര വലിയൊരു കല്യാണം എൻ്റെ ദൈവം എനിക്ക് നടത്തി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നു, 2 മക്കളെ തന്നു. ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടെ, സമാധാനത്തോടെ. പ്രിയപ്പെട്ടവരെ, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണെങ്കിലും നല്ല ഒരു വരുമാനമുള്ള ജോലി എനിക്കെൻ്റെ ദൈവം തന്നു. ഓരോ വചനവും ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, ഇത് എന്നോടാണല്ലോ ദൈവമേ പറയുന്നത് എന്ന ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും ഓരോ തെറ്റുകളും ഒരു സ്ക്രീനിലെന്ന പോലെ പരിശുദ്ധാത്മാവായി ദൈവം എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ TV സ്ക്രീനിലല്ലേ, ഒരു TV സ്ക്രീനിലെന്ന പോലെ പ്രിയപ്പെട്ടവരെ എനിക്ക് കാണാനായിട്ട് തോന്നി. ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും, വെള്ളടിച്ച് നടന്നത്, അതുപോലെ തന്നെ എല്ലാം, ഒരു പുരുഷനുണ്ടായിരിക്കേണ്ട എല്ലാ കച്ചറകളും ഉണ്ടായിരുന്നു. കരയുന്നുണ്ടെങ്കിൽ ഇതാ നീ അവൻ്റെ മുമ്പിൽ കരഞ്ഞോ. ഹല്ലേലൂയ. അതിനവൻ ഉത്തരം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയേണ്ടവന്റെ മുമ്പിൽ നീ കരയേണ്ട പോലെ കരഞ്ഞാൽ അതിന് ഉത്തരം തരും. ഹല്ലേലൂയ. യാതൊരു തർക്കവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാ: കർത്താവേ, ഞാൻ അറിഞ്ഞ ക്രിസ്തു, അതാ ഞാൻ നിന്നെ അറിഞ്ഞു, നീയാണ് രക്ഷകൻ, നീയാണ് ദൈവമെന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ഈ ധ്യാനാവസരത്തിൽ പ്രിയപ്പെട്ടവരെ, പ്രഭാകരൻ എന്ന ഒരു വ്യക്തി തെങ്ങിൽ നിന്ന് വീണി സ്പൈനൽ കോഡ് പൊട്ടി, അവനെ ബെൽറ്റ് ഇട്ട് അവനെ ഈ ആംബുലൻസിൽ കൊടുന്ന വ്യക്തി, പ്രിയപ്പെട്ടവരെ, അവനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ തൊട്ടപ്പോൾ, യേശു അവനെ തൊട്ടപ്പോൾ ഈ ബെൽറ്റ് പൊട്ടിത്തെറിച്ച് അവൻ ഇതാ അവിടുന്ന് ഓടി അൾത്താരയിലേക്ക് ഓടി വരുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഹല്ലേലൂയ. ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ള പ്രമാണിയായ ഒരു നമ്പൂതിരിയുടെ അടുത്ത്, ഞങ്ങൾക്ക് ഏകദേശം പ്രായമുള്ള ഒരു നമ്പൂതിരിയാണ്, ആ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് 3 പേര് ചെന്ന് പറഞ്ഞു, അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കണം, അവനെ വിലക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നമ്പൂതിരിയും പറഞ്ഞത് ഇതുപോലെയാ. അവൻ ധ്യാനം കഴിഞ്ഞു വന്നപ്പോൾ, ഈ കുട്ടൻ ധ്യാനം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ധ്യാനത്തിന് പോയി വന്നപ്പോൾ മുമ്പത്തേക്കായി നല്ല ആളായി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടത്. അവൻ്റെ വഴിക്ക് പൊക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ നമ്പൂതിരി നമുക്കവിടെ 10 സെന്റ് സ്ഥലം തന്നു, നല്ലൊരു വീട് വെച്ചു, ഒരു കടമുറി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ കൊണ്ട് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ്. തൊണ്ണൂറ്റി 88 കാലം മുതൽ ഞാൻ എൻ്റെ ആ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പലചരക്ക് വ്യാപാരിയായിരുന്നു. SSLC കഴിഞ്ഞ ഉടൻ തന്നെ ഇളയപ്പനെ സഹായിക്കാൻ വേണ്ടി കടയിലേക്ക് കയറി. അങ്ങനെ ആ കട ഏറ്റെടുത്ത് അങ്ങനെ കച്ചവടം ചെയ്യലായിരുന്നു. ഈ 98 കാലഘട്ടത്തിൽ ഒരു ദിവസം ഈ നാട്ടുപ്രദേശ കടയിലൊക്കെ നല്ല തിരക്കുണ്ടാവും അന്നൊക്കെ കാലത്ത്. ഇപ്പൊക്കെ സൂപ്പർ മാർക്കറ്റ് വന്നു. ഹല്ലേലൂയ. വൈകുന്നേരത്തെ ഏകദേശം 4 മണി സമയത്ത് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ തിരക്ക് പിടിച്ച് സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊടുക്കുക. ഈ പൊതിഞ്ഞു കൊടുക്കുന്നതിനിടയിൽ എൻ്റെ ചേട്ടൻ്റെ അളിയൻ, അതായത് രാമചന്ദ്രൻ എന്ന മണി, ഇവൻ എൻ്റെ കടയിലേക്ക് വരികയാണ്. സത്യം പറഞ്ഞാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ കൊണ്ടുവന്നതാണ് എൻ്റെ അടുത്തേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവൻ ആളൊരു ഡാർക്ക് കളറാണ്, എന്ന് പറഞ്ഞാൽ കറുപ്പ് കളറാണ്.
മാത്രമല്ല ഇവൻ അങ്ങനെ ആരോടും സംസാരിക്കാത്ത വ്യക്തിയായിരുന്നു, പ്രകൃതമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇവൻ ഈ കടയിലേക്ക് കയറി വന്ന് യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളോടൊക്കെ യേശുവിനെ കുറിച്ച് ഇങ്ങനെ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഇവനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവങ്ങനെ വചനം പറയുന്നു, എന്തൊക്കെ പറയുന്നുണ്ട്, യേശുവിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇവനെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, സാധനം കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ ഒരു തോന്നൽ ഇവനോടൊന്ന് സംസാരിക്കണം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് രാവിലെ പോകാം. അത് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. കാരണം എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവൻ്റെ പെങ്ങളെ കൊണ്ടുവന്ന വീടാണ്. അങ്ങനെ എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ കട നേരത്തെ പൂട്ടി ഇവൻ്റെ അടുത്ത് പോയിരുന്നു. വീട്ടിലെല്ലാവരും TV കണ്ടുകൊണ്ടിരിക്കുക. ഇവനെ ഒരു റൂമിൽ അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഇവൻ അവിടെ റൂമിലിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ മേലൊക്കെ കഴുകി കഴിഞ്ഞ് ഇവൻ്റെ അടുത്ത് പോയി ഇരുന്നു. ഇവൻ എന്നോട് യേശുവിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ ഈ വാക്ക് ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എന്നോട് 2 കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞു, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും. ദൈവത്തെ കാണുമോ? മിണ്ടണില്ല. ഇവിടെയാണ് കുഴപ്പം. ഹല്ലേലൂയ. അവൻ പറയാണ്, ദൈവത്തെ നിനക്ക് കാണാൻ പറ്റും, ദൈവം എന്നോട് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ എന്നെ യേശുവിലേക്ക് അടുപ്പിച്ചത്. കാരണം ഞാൻ നല്ല ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്നു. ഹല്ലേലൂയ. എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി കുറിയൊക്കെ തൊട്ട് ഒരു പൂവൊക്കെ ഇവിടെ വെച്ച് നല്ല ഭംഗിയായി കട തുറക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, നല്ല വിശ്വാസി. മാത്രമല്ല ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അന്വേഷി കൂടിയായിരുന്നു. ദൈവം ആരാണെന്ന് നമുക്ക് അറിയില്ല, യഥാർത്ഥ ദൈവത്തെ അറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് ഇവൻ എന്നോട് പറഞ്ഞത്, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവം എന്നോട് സംസാരിക്കും. ഏകദേശം 1 മണിക്കൂർ സമയം ഞാനും അവനുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോൾ, പിറ്റേ ദിവസം അവൻ പോകുമ്പോൾ, എൻ്റെ വീട്ടിൽ നിന്ന് യാത്രയാകുമ്പോൾ, അവൻ എൻ്റെ കയ്യിൽ രക്ഷയുടെ സന്ദേശം എന്ന് പറഞ്ഞ 2 രൂപ വിലയുള്ള ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ അച്ഛൻ, അത് ഓർമ്മ പുസ്തകം വായിച്ചുള്ള ആൾക്കാരുണ്ടോ? ഉണ്ടോ? ഇതിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവൻ അങ്ങനെ അവൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ കട തുറക്കാനായിട്ട് ഈ പുസ്തകം പോക്കറ്റിലിട്ട് കടയിലേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കടയിൽ ചെന്ന് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഈ പുസ്തകം ഇങ്ങനെ വായിച്ചു തുടങ്ങി. അതിലെഴുതിയിരിക്കുന്ന വേറെ ഒന്നുമില്ല, അതിൽ പ്രാർത്ഥനകളുള്ളൂ. പ്രാർത്ഥന ഇങ്ങനെയാ: പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ, പരിശുദ്ധാത്മാവേ എന്നെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ 3 പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇതിങ്ങനെ വായിക്കുക. അത് വലിയൊരു എന്തെന്നില്ലാത്ത ഒരു ആനന്ദം എന്നിൽ നിറയാൻ തുടങ്ങി. എന്നെ ആരോ ഇങ്ങനെ ക്രമീകരിക്കുന്നത് പോലെ, എന്നെ ആരോ നിയന്ത്രിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാകാൻ തുടങ്ങി. എന്താ പ്രാർത്ഥന? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അന്ന് നമുക്കതറിയില്ല, ദൈവമാണെന്നോ പരിശുദ്ധാത്മാവാണോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയുന്നിടത്തോളം എന്തെന്നില്ലാത്ത വലിയ ആനന്ദം നിറയാൻ തുടങ്ങി, എന്തെന്നില്ലാത്ത സന്തോഷം നിറയാൻ തുടങ്ങി. മാത്രമല്ല, എനിക്ക് എന്ത് തന്നെയായാലും ധ്യാനത്തിന് പോകണം, ഒരാഴ്ച യേശുവിനെ അറിയണം. ഇങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അയാളെ ഒന്ന് നമുക്ക് കാണണം. പ്രൈസ് ദി ലോർഡ്. അവൻ എന്നോട് പറഞ്ഞത്, നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ കാണും എന്ന് പറഞ്ഞപ്പോൾ ആരും മിണ്ടിയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം എന്താ പറയുക? മിണ്ടില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ എന്തു വേണം? ഹൃദയശുദ്ധി വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് കാണാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ജെറമിയ 33:3. ഹല്ലേലൂയ. എന്താ പറയുക? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ നാണം കെടുത്തരുത്. കാരണം
20-25 വർഷമായിട്ട് വിശ്വാസത്തിലുള്ള വ്യക്തികൾ ഇതിൻ്റെ ഇരിപ്പുണ്ട് ഇല്ലേ? 25 വർഷമായി വിശ്വാസമുള്ള ഒന്ന് പോരാ, ഇനി വരണം, ഇനി പൊന്താനുണ്ട്. ഇതൊക്കെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യമാണ്. ഹാലിൽ പോരാ, ഇനി പോരാ, ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടല്ലോ, പോരാ, ധൈര്യമായിട്ട് പൊക്കിക്കോ. 25 വർഷമായി വിശ്വാസത്തിലേക്ക് വന്ന വ്യക്തികൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സീനായ് ധ്യാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ 99 മുതൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നൊരു ധ്യാന കേന്ദ്രമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസികളാണ് വരുന്നത്. ഹല്ലേലൂയ. അന്നൊക്കെ 30 പേരൊക്കെ ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു. ധോണിയിൽ നിന്നാണ് വരുന്നത്, ഞാൻ മീനാക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട്. ഹല്ലേലൂയ. അങ്ങനെ വലിയ അനുഗ്രഹം കിട്ടുന്ന ഒരു ആലയമാണ് ഈ ആലയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം വായിക്കണം, വചനം പഠിക്കണം. നമ്മൾ ഈ ഒരു 1 ഡേ പ്രോഗ്രാമിന് വന്നു, കഞ്ഞിയൊക്കെ കുടിച്ച് സുഖമായിട്ട് വയറ് നിറച്ച് എന്നും പറഞ്ഞ് പോയാൽ പോരാ. മതിയോ? വളരണം, നമ്മൾ വളരണം. എന്താ വളർച്ച? കഞ്ഞി കുടിച്ചുള്ള വളർച്ചയല്ല. ആത്മീയമായിട്ട് വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിൾ വായിക്കണം, ബൈബിൾ പഠിക്കണം, ബൈബിൾ ധ്യാനിക്കണം. അപ്പോൾ മാത്രമേ എനിക്ക് ആത്മീയമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വളരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇവിടെ ഒരു 1 ഡേ പ്രോഗ്രാമിന് മാത്രം വന്നു, അത് കഴിഞ്ഞ് പോയി, ഇതോടുകൂടി കഴിഞ്ഞു ഇല്ലേ? ഇവിടെ 3:30 പരിപാടി കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ച നോക്കാം നമുക്ക്. പിന്നെ ബൈബിളൊന്നുമില്ല, കടച്ചു, അങ്ങനെ ആയാൽ മതിയോ? പോരാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് നമുക്ക് ഇന്ന് കിട്ടുന്ന വചനം, ഇവിടുന്ന് കിട്ടുന്ന ഓരോ വചനവും നമ്മൾ എഴുതണം. ചെറിയൊരു പേപ്പറിലെങ്കിലും എഴുതി വീട്ടിൽ കൊണ്ടുപോയി ഒഴിവുള്ള സമയം ഈ ബൈബിളൊക്കെ തുറന്നൊന്ന് വായിച്ചാൽ പോരാ. ഈ വചനം എന്ത് ചെയ്യണം? ഞാൻ ധ്യാനിക്കണം. ഹല്ലേലൂയ. ധ്യാനിക്കണം. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ വ്യക്തി പോയി അങ്ങനെ ഈ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ഏകദേശം 28 ദിവസമായപ്പോൾ 28ാമത്തെ ദിവസം എനിക്ക് ധ്യാനം കൂടിയേ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. പ്രിയപ്പെട്ടവരെ, ഈ വിവരം അച്ഛനെ അറിയിപ്പിച്ചപ്പോൾ അച്ഛൻ യാതൊരു കാരണവശാലും അനുവദിക്കുന്നില്ല. അച്ഛൻ പറഞ്ഞു, എന്നോട് സുവിശേഷം പറഞ്ഞ മണിക്ക് വട്ടാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവന് വട്ടാണ്. കാരണം നീ ധ്യാനത്തിന് പോയി കഴിഞ്ഞാൽ കട ക്ലോസ് ചെയ്യും. കടയുടെ ഫുൾ ഉത്തരവാദിത്വം നമ്മുടെ കയ്യിലാണ്. അന്ന് നല്ല കച്ചവടമുള്ളൊരു കടയായിരുന്നു. പ്രിയപ്പെട്ടവർ, അച്ഛൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നിരാശ വിടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാ? പരിശുദ്ധാത്മാവിനോട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ചില ബോധ്യങ്ങൾ തരും, ചില സ്വരങ്ങൾ തരും, ചില കാര്യങ്ങൾ പറഞ്ഞു തരും. ഹല്ലേലൂയ. 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 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോസ്തല പ്രവർത്തനം 1:8. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ബോധ്യം, ഞാൻ ഇത് വല്യമ്മയോട് ഈ വിവരം പറയാം. വല്യമ്മയോട് വിവരം പറഞ്ഞു. അമ്മ, വല്യമ്മ, എനിക്കൊരു ധ്യാനത്തിന് പോയേ പറ്റൂ. അച്ഛനോടൊന്ന് പറയും. അച്ഛനോട് പറഞ്ഞു, അവൻ പൊക്കോട്ടെ, ഒരു ധ്യാനത്തിനല്ലേ, വേറെ എവിടേക്കുമല്ലോ അല്ലേ? നമ്മൾ ടൂറ് പോവല്ല, വെള്ളടിക്കാൻ പോവല്ല, ആണോ? അല്ല, നമ്മൊരു ധ്യാനത്തിന് പോകാനാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അവൻ പോയാൽ കടയൊക്കെ ക്ലോസ് ചെയ്യും, ശരിയാവില്ല. അവസാനം ഞാൻ ഒരിക്കൽ കൂടി വല്യമ്മയോട് പറഞ്ഞു, അച്ഛനോട് ഉടക്കണ്ടെന്ന് പറഞ്ഞോളാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ അപ്പൻ മനസ്സോടെ എന്നെ ധ്യാനകേന്ദ്രത്തിലേക്ക് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷത്തോടെ ഞാൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്ക് 98 സെപ്റ്റംബർ അവസാനത്തെ ആഴ്ചയിൽ ആ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന ഹാളിലേക്ക് അന്നൊക്കെ 20,000 ആളൊക്കെ ധ്യാനത്തിലുണ്ടായിരുന്നു അവിടെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന ഹാളിലേക്ക് ഞാനിങ്ങനെ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെ അന്ന് ആൻ്റണി എന്ന് പറയുന്ന ഒരു വ്യക്തി, പാട്ടുപാടിയിരുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഈ വ്യക്തിയുടെ പാട്ട് കേട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഹാളിലേക്ക് കടന്നു വന്നത്. എന്തെന്നില്ലാത്തൊരു സമാധാനം, സന്തോഷവും ഒരു ആനന്ദം ആ നിമിഷം, ആ ഹാളിൽ ചവിട്ടിയ നിമിഷം തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കി പെട്ടെന്ന് പറയണമെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോകും. ആരെല്ലാം ഉറങ്ങാതെ കേൾക്കുന്നോ അവർക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അവിടെ ഒരാൾ വിളിക്കുന്നത് പോലെ തോന്നി. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, അങ്ങനെ ധ്യാനത്തിൻ്റെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക.
ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ടാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള ഒരു ആരാധനയും അതുപോലെ പ്രാർത്ഥന രീതികളും ആദ്യമായിട്ടാണ്. കാരണം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനത്തെ അല്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ വചനവും ഇത് എന്നോടാണ് സംസാരിക്കുന്നത്, ഇത് എന്നോടാണല്ലോ ദൈവമേ പറയുന്നത് എന്ന ബോധ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവരാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെയ്തു കൂട്ടിയ ഓരോ പാപങ്ങളും ഓരോ തെറ്റുകളും ഒരു സ്ക്രീനിലെന്ന പോലെ പരിശുദ്ധാത്മാവായി ദൈവം എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇവിടെ ടി വി സ്ക്രീനിലല്ലേ, ഒരു ടി വി സ്ക്രീനിലെന്ന പോലെ പ്രിയപ്പെട്ടവരെ എനിക്ക് കാണാനായിട്ട് തോന്നി. ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളെയും, വെള്ളടിച്ച് നടന്നത്, അതുപോലെ തന്നെ എല്ലാം, ഒരു പുരുഷനുണ്ടായിരിക്കേണ്ട എല്ലാ കച്ചറകളും ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനവിടെ നിന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് എന്നോടാണ് സംസാരിക്കുന്നത്. ഈശോയെ, ഇത് എന്നോടാണല്ലോ, ഈ പറയുന്നത് എല്ലാം എന്നോടാണ് എന്ന ഒരു ഉൾക്കാഴ്ച പരിശുദ്ധാത്മാവ് എനിക്ക് തരാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. അന്ന് ഇരുമ്പ് കസാലയിൽ ഇതങ്ങനെ തോർത്തുണ്ടിട്ടിരിക്കുക. ഇവിടെ കണ്ണ് തുടയ്ക്കുക, തോർത്തുണ്ട് ഇവിടെ വയ്ക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ കെന്തി കരയുന്നത് കണ്ടപ്പോൾ ഒരു ആലപ്പുഴയുള്ള ഒരു അച്ചായ എന്നെ ഇങ്ങനെ തൂണ്ടി, എന്നിട്ട് പറഞ്ഞു, മോനെ, നിന്നെ ദൈവം തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം നമ്മളൊരു കുഞ്ഞിനെ പോലെ ഇങ്ങനെ കരയുക. കാരണം നമ്മൾക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത തെറ്റുകളും നമ്മൾ ചെയ്ത പാപങ്ങളും അവിടെ ചെന്നപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ പാപങ്ങളാണെന്ന് ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നപ്പോഴാണ് പാപം എന്താണെന്ന് പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പൊട്ടി കരയാൻ തുടങ്ങി. ഈ ആലപ്പുഴക്കാരൻ പറഞ്ഞു, മോനെ, നിന്നെ തൊടുന്നുണ്ട്, നന്നായി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ ഇടപെടുക. നമ്മുടെ എല്ലാ പാപങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, അന്യത്തിൻ്റെ ജീവിതത്തിലുള്ള എല്ലാം നമ്മൾ ഈശോയ്ക്ക് ഇങ്ങനെ കൊടുത്ത് വലിയ അഭിഷേകം കൊണ്ട് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണമൊന്നും വേണ്ട, വലിയ എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്തൊരു ആനന്ദം ഇങ്ങനെ നിറയാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുള്ളി പറഞ്ഞു, ദൈവം തന്നെ തൊടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കതൊന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളോടെല്ലാം ഒരു വ്യക്തി ഇങ്ങനെ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ധ്യാനത്തിൻ്റെ ആ 4-ാം ദിവസം, അതായത് നമ്മൾ ഉപവാസ പ്രാർത്ഥന ഉണ്ടല്ലോ, അവിടെ ഉപവാസം. ഒരു ദിവസം വന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടൂല അല്ലേ, ബുധനാഴ്ച വ്യാഴാഴ്ച കണ്ടോ അന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഈ ധ്യാനത്തിൻ്റെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ഈ എന്താ പറയുക, നമ്മുടെ ഈ ഉപവാസം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും, അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ല, വൈകുന്നേരത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഭക്ഷണം കഴിച്ച് പ്രിയപ്പെട്ടവരെ എല്ലാവരും കിടന്നുറങ്ങി. ഞാനും കിടന്നുറങ്ങി. സുഖമായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്കുണ്ടായ അനുഭവം, എൻ്റെ ഏകദേശം ഒരു 2 മണിയായി കാണും. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഒരു 2 മണിയായപ്പോൾ എൻ്റെ ഈ വലത്തെ തുടയിൽ ആരോ വന്നിങ്ങനെ തൊട്ടു, എന്നെ അടിച്ചു. എന്നെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുകയല്ല, ഉണർത്തുനിന്ന് ഉണർന്നപ്പോൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ 43:5. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ധ്യാനത്തിന് പോകുന്നത് പ്രത്യേകിച്ച് രോഗമോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു 6 വർഷമായിട്ട്. ഹല്ലേലൂയ. അമ്പലത്തിൻ്റെ നടയിൽ വെച്ചാണ് ഇവളോട് പറഞ്ഞിട്ടാണ് ധ്യാനത്തിന് പോകുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ധ്യാനത്തിന് പോകുകയെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നെ കളിയാക്കി ചിരിച്ചു. കാരണം അവരുടെ ധ്യാനം എന്ന് പറഞ്ഞാൽ കണ്ണടച്ചു പിടിച്ചിങ്ങനെ ഇരിക്കില്ല എന്ന് അവർ വിചാരം. ഹല്ലേലൂയ. നമ്മൾ ധ്യാനത്തിന് നിന്നപ്പോഴാണ് അവിടുത്തെ സന്തോഷവും സമാധാനവും ആട്ടും പാടലും ആരാധനയും സ്തുതിപ്പും ഒക്കെ കാണാനായിട്ട് പറ്റിയത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്തെന്നില്ലാത്ത വലിയ സന്തോഷം കൊണ്ട് പരിശുദ്ധാത്മാവിനിങ്ങനെ നിറച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല, ഈ വ്യക്തിയുമായിട്ട് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന കാര്യം ഒരു സ്വപ്നത്തിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഈ 2 കാര്യങ്ങളും. ഹല്ലേലൂയ. അപ്പോൾ ഈ മണി എന്ന സഹോദരൻ പറഞ്ഞ വചനം അവിടെ പൂർത്തിയാവുകയാണ്. എന്താ പറഞ്ഞേ? നിനക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവം നിന്നോട് സംസാരിക്കും. 33:3 ജെറമ്യ. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക്, ബാക്കി പറ, ഇല്ല, ശബ്ദമില്ല, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നിങ്ങൾ പോരട്ടെ, വചനമൊക്കെ നന്നായി വായിക്കണം, നന്നായി പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തെങ്ങനെ പറയാൻ കാരണം പറയിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ നമ്മുടെ ഡിവൈൻ കൂട്ടായ്മയിലൊക്കെ നിങ്ങൾ ക്ലാസ്സിന് പോകുമ്പോൾ അവരിങ്ങനെ ചാടി പറയും വചനം, അങ്ങനെ പറഞ്ഞ മതി അവർ പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ അവൻ വചനമൊക്കെ വായിക്കണം, ബൈബിൾ അറിയണം. ഹല്ലേലൂയ. ബൈബിൾ പഠിക്കണം. ഹല്ലേലൂയ. ഈ ബൈബിൾ ഇല്ലാത്ത ഒരു കാര്യമില്ല, എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ സാക്ഷി എവിടെ എത്തി? അപ്പം നിങ്ങൾ സിനിമ കാണുകയാണ്, നിങ്ങൾ സിനിമ കാണുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമ്മൾ സാക്ഷി എവിടെ എത്തിയത് പോലും നിങ്ങൾക്ക് അറിയില്ല, ഇപ്പം സെക്കൻഡ് മുകളിൽ കഴിഞ്ഞ കാര്യം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ഒരു ശബ്ദം കേട്ടതിന് ശേഷം പിറ്റേ ദിവസം ഒരു വിശുദ്ധ ബൈബിൾ, അന്ന് 60 രൂപയാണ് ഒരു ശുദ്ധ ബൈബിളിന്. പ്രിയപ്പെട്ടവരെ, അന്ന് അതുവരെ നമുക്ക് ബൈബിൾ എന്താണോ, വചനം എന്താണോ, യെശയ്യാ എങ്ങനെ എഴുതുക എന്ന് പോലും നമുക്കറിയില്ല, കാരണം നമ്മൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രാർത്ഥന രീതി ഇങ്ങനെയല്ല. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുകയും ഈശോ എന്നെ തൊടുകയും ചെയ്തതിന് ശേഷം എനിക്കുണ്ടായ അനുഭവം, എന്നിലൊരു എന്താ പറയുക, ഒരു ജർക്കിങ് ഇങ്ങനെ ഒരു തരിപ്പ് ഇങ്ങനെ ഒരു ജർക്കിങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. ഞാനൊരു 60 രൂപ കൊടുത്ത് ഒരു വിശുദ്ധ ബൈബിൾ വാങ്ങി. ഞാൻ അതിൽ യെശയ്യാ തപ്പിത്തടഞ്ഞ് വായിക്കുമ്പോൾ, അവിടെ ഈ യെശയ്യാ 43:5 തപ്പിത്തടഞ്ഞ് ഞാൻ വായിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ 43:5 വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്നിലേക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രകാശം, ഒരു ശക്തി എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ, ഹല്ലേലൂയ, ഈ നിമിഷം വരെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാ 43:5 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രയാസത്തിൽ, പ്രതിസന്ധിയിൽ, ദുഃഖത്തിൽ ഈശോയെ നീ എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പോൾ അപ്പം തന്നെ അതിന് മറുപടി പരിശുദ്ധാത്മാവായ ദൈവം തരും. ഒന്നില്ലെങ്കിൽ വചനത്തിലൂടെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എന്ത്? പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്ന വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിന് കൂട്ടുകൂടുന്ന വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല അവസാന ദിവസം ആരാധന സമയത്ത് പനക്കലച്ചൻ ആരാധന വെച്ച് ഇവിടെ അങ്ങനെ ആരാധന നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമുക്ക് അരുളിക്കയാണോ, ഇന്ന് നമുക്കറിയാം അരുളിക്കയാണെന്നോ, പക്ഷെ അന്ന് നമുക്കത് എന്താണെന്നുള്ള ആരാധന ആണെന്ന് പോലും അറിയില്ല. ഒരു വട്ടത്തിലുള്ളത്, ആ ക്ലോക്കിൻ്റെ പോലൊരു സാധനം, ഈ സാധനത്തിലേക്ക് നോക്കി എല്ലാവരും സ്തുതിച്ചു കൊണ്ടിരിക്കുക. ഞാനും പറഞ്ഞു, കർത്താവേ യേശുവേ ഹല്ലേലൂയ. ഞാൻ ഉറക്ക സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ട കാഴ്ച, കണ്ണ് തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഇതാ അവൻ്റെ ആ താടി രോമങ്ങൾക്കിടയിലൂടെ ഇതാ ചോരങ്ങനെ ഉറ്റി വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്കിത് കാണാനായിട്ട് പറ്റുന്നില്ല. ഞാനവിടെ നിന്ന് വാവിട്ട് കരയാൻ തുടങ്ങി. ഞാൻ കണ്ണുപൊത്തി ആ നിമിഷം. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ പറഞ്ഞ അതേപോലെ ഈശോയെ എനിക്ക് കാണാനായിട്ട് പറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ധ്യാനമൊക്കെ കഴിഞ്ഞ് എന്തെന്നില്ലാത്ത സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി പോരുമ്പോൾ ഒരു കൊന്ത, ഒരു ഈശോയുടെ ഞാൻ കണ്ട രൂപം, ഈശോയുടെ ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ, ഒരു ജപമാല ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക്. പ്രിയപ്പെട്ടവരെ, അന്ന് തറവാട്ട് വീട്ടിൽ വന്ന് സോഫേമ്പിൽ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നോടൊരു വ്യക്തി പറയുകയാണ്, മോനെ എന്താ കിടക്കണേ, എൻ്റെ കുരിശും കൊന്തയൊക്കെ നീ 2-ാം നിലയുടെ പോലെ നേരെ വൃത്തിയായി കൊണ്ട് വെക്കുക. ഹല്ലേലൂയ. ഒരു വ്യക്തി പറയുന്നത് പോലെ വ്യക്തമായിട്ട് പറയുക. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ എല്ലാം പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി, അവിടെയൊക്കെ റൂമൊക്കെ അടിച്ചു വാരി എല്ലാം വൃത്തിയാക്കി, അവിടെ ഈശോയുടെ രൂപവും ഇതേ പറഞ്ഞ പോലെ എല്ലാം അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ കടന്നുറങ്ങി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷ്യം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ടല്ലോ ചില ആൾക്കാർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കം വരുന്നുണ്ടോ? ഹല്ലേലൂയ. എണീറ്റൊന്ന് സ്തുതിക്കണോ? അച്ഛൻ അങ്ങനെ പറഞ്ഞേ, ഇടയ്ക്കൊന്ന് എഴുന്നേൽപ്പി സ്തുതിക്കണം, നല്ലതാ. ഒരു നിമിഷം നമുക്കൊന്ന് ചാടി എഴുന്നേറ്റോ, ദേഷ്യപ്പെടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഒരു 2 മിനിറ്റ് മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരമാവധി കരം ഉയർത്തി പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ ഹരി 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 ഹരി. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. യേശുവിന്റെ ആത്മാവിന്റെ അഭിഷേകം എല്ലാ മക്കളും നിറയട്ടെ. ഹല്ലേലൂയ. റിയ 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 റിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ഉറക്കം വരുന്നവർ ഒന്ന് മുഖം കഴുകി വരുന്ന നല്ലതാ. നമുക്ക് ഇരിക്കാം. നല്ല ഉറക്കം ഇങ്ങനെ ബ്രദറെ ഒരു രക്ഷയില്ല, കണ്ണിൻ്റെ പോള നീരിനില്ല, അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ ഉറങ്ങണം, അല്ല ഒന്ന് മുഖം കഴുകി വരുന്ന നല്ലതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു 4 മണിയായപ്പോൾ അന്ന്, അതായത് ധ്യാന കേന്ദ്രത്തൊന്നും വിളിച്ച അതേപോലെ ഒരു വിളി, എഴുന്നേൽക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ പറഞ്ഞു. രാവിലെ 4 മണിയാണ്. ക്ലോക്കിൽ നോക്കുമ്പോൾ എഴുന്നേറ്റു. യാതൊരു ക്ഷീണവുമില്ല. എഴുന്നേറ്റപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, നീ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാ ബാത്റൂമിലൊക്കെ പോയി സുഖമായിട്ട് വന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. പക്ഷേ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കേട്ട ഈ ആരവം ഇങ്ങനെ ഹല്ലേലൂയ 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 എന്നുള്ള ഈ സ്തുതിപ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഈ കരം ഉയർത്തിപ്പിടിച്ചത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓരോ ദിവസവും പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കരയുന്നുണ്ട്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഈ കോണിയുടെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ എത്തി നോക്കിയിട്ട് അമ്മോട് പറയുകയാണ്, അമ്മ എന്തിനാ ഈ ചെക്ക ഇങ്ങനെ കരയണേ? ഹല്ലേലൂയ. എന്തിനാണ് ഈ ചെക്ക ഇങ്ങനെ കരയണേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം അനുഭവിച്ചു കൊണ്ടാണ് കരയുക. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികൾക്കൊക്കെ ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ, ഇപ്പം നേരത്തെ തന്നെ നമ്മൾ സ്തുതിച്ചപ്പോഴൊക്കെ ചില വ്യക്തികൾ കരയാനൊക്കെ പറ്റി. ഹല്ലേലൂയ. ഉണ്ടോ? കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ഇതിലുണ്ടോ ഈ സമൂഹത്തിൽ? നേരത്തെ ഒന്ന് കൈവന്തിച്ചേ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നിൽ വന്നതിൻ്റെ പ്രകടമായ ഒരു തെളിവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരഞ്ഞു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിലാണ് ഞാൻ കരയുന്നത്. കരയേണ്ടത് അവൻ്റെ മുമ്പിലാണ്, അല്ലാണ്ട് അയൽക്കപ്പത്തുള്ള ഏലിയാമ്മയുടെ അടുത്തോ റോസി ചേച്ചിയുടെ അടുത്തോ അല്ലെങ്കിൽ രമണിയുടെ അടുത്തൊന്നും ഒരു കാര്യമില്ല കേട്ടോ. കരയുന്നുണ്ടെങ്കിൽ ഇതാ നീ അവൻ്റെ മുമ്പിൽ കരഞ്ഞോ. ഹല്ലേലൂയ. അതിനവൻ ഉത്തരം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരയേണ്ടവൻ്റെ മുമ്പിൽ നീ കരയേണ്ട പോലെ കരഞ്ഞാൽ അതിന് ഉത്തരം തരും. ഹല്ലേലൂയ. അതിൽ യാതൊരു തർക്കവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാ, കർത്താവേ, ഞാൻ അറിഞ്ഞ ക്രിസ്തു, അതാ ഞാൻ നിന്നെ അറിഞ്ഞു, നീയാണ് രക്ഷകൻ, നീയാണ് ദൈവമെന്ന് എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു. ഈ ധ്യാനാവസരത്തിൽ പ്രിയപ്പെട്ടവരെ, പ്രഭാകരൻ എന്ന ഒരു വ്യക്തി തെങ്ങിൽ നിന്ന് വീണ് ഈ സ്പൈനൽ കോഡ് പൊട്ടി അവനെ ബെൽറ്റിട്ട് അവനെ ഈ ആംബുലൻസിൽ കൊടുന്ന വ്യക്തി, പ്രിയപ്പെട്ടവരെ, അവനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അവനെ തൊട്ടപ്പോൾ, യേശു അവനെ തൊട്ടപ്പോൾ ഈ ബെൽറ്റ് പൊട്ടിത്തെറിച്ച് അവൻ ഇതാ അവിടുന്ന് ഓടി അൾത്താരയിലേക്ക് ഓടി വരുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടുന്ന് ഒരു തീരുമാനമെടുത്തു, ഇനിയൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ശക്തിയോടെ കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. പ്രിയപ്പെട്ടവരെ, അവനോട് പറഞ്ഞു, കർത്താവേ, ഞാനിതാ നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു, നീ ദൈവമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു, കണ്ടു. ഹല്ലേലൂയ. ഇനി എനിക്കൊരു തീരുമാനമില്ല, പൂർണ്ണമായി ഇനി ജീവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മണ്ണിൽ നിന്നും ഞാനൊരു തീരുമാനമെടുത്തു, എനിക്കൊരു ദൈവമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നേ ദിവസം ഇവിടെ കടന്നു വന്നതും യേശു ക്രിസ്തു ദൈവമാണെന്ന് പറയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. 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 ഇന്നും ജീവിക്കുന്ന ദൈവമാണവൻ. ഹല്ലേലൂയ. അവനോട് ആരെല്ലാം ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരും. ഹല്ലേലൂയ. നിന്റെ ജാതിയോ നിന്റെ മതമോ നിന്റെ വർണ്ണമോ ഒന്നും അവൻ നോക്കില്ല. പ്രിയപ്പെട്ടവരെ, ആരെല്ലാം യേശുവിനോട് പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ ഉള്ളിലേക്ക് സ്പോട്ടിൽ അപ്പോൾ തന്നെ ഈശോ കടന്നു വരും. ഹല്ലേലൂയ. അതാണ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? വേറൊന്നിനു വേണ്ടിയല്ല, കല്യാണം നടക്കാൻ വേണ്ടിയല്ല അന്ന് പ്രാർത്ഥിച്ചത്. കർത്താവേ, ഞാൻ അറിഞ്ഞ നിന്നെ എൻ്റെ അപ്പനും അമ്മയും അറിയണം. ഇതാ പ്രാർത്ഥന. ഹല്ലേലൂയ. വേറെ പ്രാർത്ഥനയില്ല. എൻ്റെ അപ്പനും അമ്മയും അറിയണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ അറിഞ്ഞ നിന്നെ എൻ്റെ അപ്പനും അമ്മയും അറിയണം. കർത്താവേ, വേറൊരു ഒന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് 28-ൻ്റെ അന്ന് എൻ്റെ അപ്പൻ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മുറിയുടെ അടുത്ത് വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ധ്യാനത്തിന് പോകണം. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ, അവന് വട്ടാണെന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ 28 ദിവസമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, കൂടുതൽ പ്രാർത്ഥിച്ചില്ല. പ്രിയപ്പെട്ടവരെ, 28-ൻ്റെ അന്ന് എൻ്റെ മുകളിൽ കയറി വന്ന് പറഞ്ഞു, ഞങ്ങൾക്കും ധ്യാനത്തിന് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും കൂട്ടി ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ തൊട്ടാഴ്ച തന്നെ അവരെ കൊണ്ടുപോയി. ഞാൻ അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എൻ്റെ അപ്പനെയും അമ്മയും ഏൽപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എന്നെ തൊട്ടതുപോലെ എൻ്റെ അപ്പനെയും അമ്മയും നീ തൊടണം. ഹല്ലേലൂയ. അവർ നീയാണ് ദൈവമെന്ന് അവർക്കും നീ മനസ്സിലാക്കി കൊടുക്കണേ കർത്താവേ. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ധ്യാനം കഴിഞ്ഞ് എൻ്റെ അപ്പൻ വീട്ടിൽ വന്നറിഞ്ഞ് ഞാൻ എൻ്റെ വാഹനമെടുത്ത് എൻ്റെ തറവാട്ട് വീട്ടിലേക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ വലിയ ദേഷ്യക്കാരനാണ്, ഭയങ്കര ദേഷ്യമുള്ള വ്യക്തിയാണ്. ഞാൻ വളരെ പേടിയോടുകൂടിയാണ് വീട്ടിലേക്ക് ചെന്ന്. എന്തുണ്ടായിന്നറിയില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനികളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കിയണേ. അച്ഛനാണെങ്കിൽ ശബരിമലയ്ക്കൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെന്നു. അമ്മയും അപ്പനെ കണ്ടപ്പോൾ, അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി. കാരണം 1000 വാട്ട് ബൾബിൻ്റെ മുഖം പ്രകാശിക്കുന്നത് പോലെ അവരുടെ മുഖം വലിയ പ്രകാശത്തിലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് നിർത്തി. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ എന്നെ ചേർത്ത് പിടിച്ചിട്ടു പറഞ്ഞു, മോനെ, നീ ഞങ്ങളിൽ പറഞ്ഞതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കാരണം ഞങ്ങൾക്ക് ദൈവത്തെ, ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുവാനും കാണുവാനും സാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ, കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ, വലിയ അഭിഷേകത്തോടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ദൈവമേ, കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ 3 പേരായി. ഹല്ലേലൂയ. ഇതാ ഈ മണ്ണിലും എൻ്റെ അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ഞങ്ങൾ 3 പേരായി പ്രാർത്ഥിക്കാൻ. ഹല്ലേലൂയ. ഞങ്ങളിരുന്ന് എല്ലാ ദിവസവും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴൊക്കെ നമ്മൾ ജപമാലയൊക്കെ ചെല്ലാൻ പഠിച്ചു. അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരെ, അമ്മയെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയാൻ വയ്യാത്ത അമ്മ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഓരോ മാസികകൾ വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ നല്ല ഏറ്റവും ഡോസുള്ള പുകല മുറുക്കിയിരുന്ന അമ്മ അത് ഉപേക്ഷിച്ചു ധ്യാനത്തിൽ. എൻ്റെ അപ്പൻ 40 വർഷം പുകവലിച്ചിരുന്ന എൻ്റെ അപ്പൻ അത് ഉപേക്ഷിച്ചു. എൻ്റെ അപ്പന് ഈ ബെഡിൽ കിടക്കാൻ പറ്റാത്ത അപ്പന് സുഖമായിട്ട് കിടക്കാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, എന്തെന്നില്ലാത്ത സന്തോഷം എൻ്റെ ഉള്ളിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നപ്പോൾ തുടങ്ങി. മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് അനുഗ്രഹത്തിൻ്റെ ഒരു വർഷം തന്നെ അങ്ങനെ വരാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വെളുപ്പിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്കൊരു മുസ്ലിം സഹോദരൻ വലിയ ഒരു ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു പടം തന്നിരുന്നു. ഈ പടം ഇങ്ങനെ ഞങ്ങൾ മുമ്പിൽ വെച്ച് ആണെങ്കിൽ പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ 3 പേരും ഒരേപോലെ ഒപ്പം ജപമാല, നക്തമായ ശരിക്കും ഒറിജിനൽ ജപമാല ഇങ്ങനെ തൂങ്ങി ഈ ഗ്രോട്ടോട് അടുത്ത് വന്ന് നിൽക്കുന്നത് കണ്ടു. ഒപ്പം പറഞ്ഞു, ഇതാ ജപമാല, ഇതാ ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഈ പരിശുദ്ധമ്മ, ഈ സീനായ് നാഥ എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അന്നു മുതൽ ഇന്നു വരെ ഈ ജപമാല ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല. ഒരു ദിവസം 1 മണിയെങ്കിലും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷം പോലുമില്ല. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിറയുവാനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഏതൊരു വ്യക്തി വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ പരിശുദ്ധാത്മാവ് വരുന്നില്ലേ, നീ ജപമാല എടുത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് സ്പോട്ടിൽ വരും.
അനുഭവം കൊണ്ട് പറയാ, ചുമ്മാ പറയുന്നതല്ല കേട്ടോ. ഒരാൾ പറയുന്നത് കേട്ട് പറയുന്നതല്ല കേട്ടോ, ഇത് അനുഭവം കൊണ്ട് പറയുന്നതാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയും. ഹല്ലേലൂയ. അതായത് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നു പറഞ്ഞു, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ആ നിമിഷം അമ്മയുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പിന്നെ അമ്മ എന്താ ചെയ്തേ? ഇതുപോലെ നിങ്ങൾക്കറിയില്ലേ? അമ്മ എന്താ ചെയ്തേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ എലിസബത്തിൻ്റെ അടുത്തേക്ക് പോയി അല്ലേ, ഇളമ്മയുടെ അടുത്ത് പോയി. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഇല്ലേ? നിങ്ങളെന്താ എന്നെ തുറച്ചു നോക്കണേ? ഇല്ലേ? ബൈബിള് അപ്പം നിങ്ങൾ ബൈബിള് വായിക്കാറില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അമ്മയിൽ നിറഞ്ഞപ്പോൾ അമ്മ തിടുക്കത്തിൽ യാത്രയായി എന്നാ ബൈബിൾ പറയണേ. തിടുക്കത്തിൽ. എന്താ തിടുക്കം? ഓടി. ഹല്ലേലൂയ അല്ലേ? ഇളയമ്മയുടെ അടുത്ത് ചെന്ന് ഇളയമ്മയെ അഭിസംബോധന ചെയ്ത നിമിഷം എന്തുണ്ടായേ? നിങ്ങൾ കടുപ്പം പിടിച്ച സാധനങ്ങളാണല്ലോ. ഹല്ലേലൂയ. എലിസമ്മയുടെ ഉള്ളിലുള്ള കുതിരത്തിലിരുന്ന കുഞ്ഞ് കുതിച്ചു ചാടി. ഇതെങ്ങനെ കുതിച്ചു ചാടിയേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോഴാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട ഈ കുതിച്ചു ചാട്ടമാണ്. ഹല്ലേലൂയ. ഇത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തുള്ള ദാക്ഷായണിയുടെ അടുത്ത് പോയിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. എന്നിലുള്ള യേശുവിനെ ആ ദാക്ഷായണിയോട് പറയണമെങ്കിൽ എന്തുണ്ടാകണം? പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇത് പ്രാർത്ഥിക്കാത്തതും ഇതിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. ശരിയല്ലേ? നമ്മൾ അനുഭവിച്ച ക്രിസ്തുവിനെ, ഞാൻ കണ്ട ക്രിസ്തുവിനെ അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കണമെങ്കിൽ എന്നിൽ എന്തുണ്ടാകണം? ഈ പരിശുദ്ധാത്മാവ് ജ്വലിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാൻ സാധിക്കാത്തത്. ഹല്ലേലൂയ. ശരിയാണോ തെറ്റാണോ? ആരും മിണ്ടണില്ല. ആ സിസ്റ്റർമാരൊന്നും മിണ്ടണില്ല അല്ലേ? അവിടെ കേൾക്കണില്ലേ സിസ്റ്ററേ? കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അനുദിന ജീവിതത്തിൽ വിശുദ്ധ ബലിയിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ ഞാൻ അനുഭവിച്ച ക്രിസ്തുവിനെ, ഞാൻ അനുഭവിച്ച പരിശുദ്ധാത്മാവിനെ അത് മറ്റുള്ളവരേക്ക് കൊടുക്കാൻ എനിക്ക് സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനിൽ നിറയണം. ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ പറയാണ്, കർത്താവിനെ നിങ്ങൾ രുചിച്ചറിയുവിൻ. രുചിച്ചറിഞ്ഞവർക്ക് ഒരിക്കലും ഇരിക്കാനായിട്ട് പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പൊ നമ്മുടെ സാക്ഷി എവിടെ എത്തി? കേൾക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശപ്പ് തുടങ്ങിയില്ലേ? കഞ്ഞി റെഡിയായോ എന്നപ്പോൾ ചിന്തിക്കുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കഞ്ഞിയുടെ പയറിൻ്റെ മണമൊന്നും വരുന്നും കേൾക്കാനില്ല. ഹല്ലേലൂയ, ഈശോയെ നന്ദി. എന്തായാലും ക്ഷീണിച്ചു തോന്നും. ബോറടിക്കുന്നുണ്ടോ? നമ്മുടെ ക്ലാസ് ഉണ്ടോ? ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവിൻ്റെ ക്ലാസ് എടുക്കണേ. പരിശുദ്ധാത്മാവിൻ്റെ വിശ്വാസം എന്ന ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ തീ കത്തണ്ടേ? തീ കത്തണം. എന്നോട് പറഞ്ഞത് അവരുടെ മേൽ നീ കത്തിപ്പിടിപ്പിക്കണം എന്ന് പറഞ്ഞേ. അത് ഈ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിപ്പിടിക്കും. ഹല്ലേലൂയ. അനുഭവം അങ്ങനെയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം വ്യക്തികളിലേക്ക് കത്തിപ്പിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും കത്തിപ്പിടിക്കും. പക്ഷെ പ്രിയ, എന്ത് ചെയ്യണം? നിങ്ങൾ ഉറങ്ങരുത്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, ഉറങ്ങരുത്. കാരണം 2 മാസമായിട്ട് ഈ ഒരു ചെറിയ 1.5 മണിക്കൂർ ടോക്കിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങി വന്നതാ. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം ഇതുള്ളൂ, നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് കത്തിപ്പിടിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥനയും അങ്ങനെ തുടങ്ങി. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ജീവിതത്തിൽ സഹനങ്ങളും വരാൻ തുടങ്ങി. ഹല്ലേലൂയ. കുട്ടൻ ക്രിസ്ത്യാനിയായി മാറി. ഹല്ലേലൂയ. നാട്ടിൽ ചെന്നപ്പോൾ കുട്ടൻ ക്രിസ്ത്യാനിയായി മാറി. നമ്മുടെ ആ പ്രായത്തിൽ 40ഓളം കൂട്ടുകാർ നമ്മുടെ കടയിൽ ഉണ്ടായിരുന്നവരൊക്കെ കടയിലേക്ക് വരാതായി. ആ സമയമൊക്കെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ബൈബിൾ തുറന്നു വെച്ച് ഒരു നോട്ട് പുസ്തകം തുറന്നു വെച്ച്
എല്ലാ ഓരോ ആൾക്കാർ വരിക, സാധനം എടുത്ത് കൊടുക്കുക, ബൈബിൾ വായിക്കുക. ഇതാ നമ്മുടെ പരിപാടി. ബൈബിൾ വായിക്കുക, എഴുതി വെക്കുക, വചനം വായിക്കുക. പരിശുദ്ധാത്മാവ് എല്ലാ ദിവസവും നമ്മളിങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ കൂട്ടുകാർ വരാത്തത് നമുക്ക് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രാർത്ഥനയായിട്ട് ഒത്തിരിയേറെ പ്രതിസന്ധിയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മളെ മാറ്റി നിർത്തി. വലിയൊരു കുടുംബമാണ്. അതായത് എഴുത്തച്ഛൻ കാറ്റഗറിയിൽപ്പെട്ട ഒരു ഹിന്ദു സമുദായത്തിൽ കാറ്റഗറിയിൽപ്പെട്ടതാ. നമ്മുടെ കുടുംബക്കാരൊക്കെ നമ്മളെ മാറ്റി, ഒറ്റപ്പെടുത്തി. ഹല്ലേലൂയ. പക്ഷേ എന്നാലും ഒരിക്കലും എൻ്റെ ദൈവം എന്നെ കൈവിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവം ഒരിക്കലും എന്നെ കൈവിടാൻ എന്നെ അനുവദിച്ചില്ല. ഒത്തിരിയേറെ പ്രതിസന്ധിയിലൂടെ പ്രിയപ്പെട്ടവരെ കടന്നുപോയി. എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ്റെ വിവാഹത്തിൻ്റെ സമയം, അവന് പെണ്ണ് നോക്കി. വളാഞ്ചേരി ഒരു വീട്ടിൽ നിന്നു പെണ്ണ് നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണ് നോക്കാൻ പോയ വീട്ടിലേക്ക് എൻ്റെ ഇളയപ്പന്മാർ പോയി. എന്നിട്ട് പറഞ്ഞു, അവരൊക്കെ ക്രിസ്ത്യാനികളായി, അവർ പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, തിരുവചനം ഇപ്രകാരം നമ്മോട് പറയുകയാണ്. അതായത് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കും. ഹല്ലേലൂയ. നിനക്ക് മുമ്പേ ഒരു ദൂതനെ, അതായത് ഈ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് പോയ വ്യക്തികളുടെ മുമ്പേ ദൈവം അവിടെ ദൂതനെ അയച്ചു. പെണ്ണിൻ്റെ അപ്പനോട് ഇവർ പറഞ്ഞു, പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണ്ട, അവർ ക്രിസ്ത്യാനികളായി എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണിൻ്റെ അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കൊരു ധ്യാനം കൂടാൻ പോകാൻ. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് ദൈവത്തിന് നന്ദി പറ. പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ദൈവം, ഈ വിശുദ്ധ ബൈബിളിലെ ഓരോ വചനവും ജീവനുള്ള വചനമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിന് ജീവനുണ്ട്. ഓരോ വചനവും വിശ്വസിക്കുന്നവർക്ക് ഇത് വലിയ ജീവനാണ്. ഹല്ലേലൂയ. നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ അവരെ കൂട്ടി ഞാൻ നേരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക്. അവർ നല്ലൊരു വിശ്വാസികളായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം, ഇന്നും ജീവിക്കുന്ന ദൈവം, നിന്നെ പരിപാലിക്കുകയും നിന്നെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവം ഒരിക്കലും നിന്നെ അനാഥനായി വിടുകയില്ല. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരിക്കലും അവൻ നിന്നെ അനാഥനായി വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളോടും ഞാൻ അച്ചട്ട് പറയാ, ഒരിക്കലും അവൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം കുടുംബക്കാരും കുറ്റക്കൊറ്റ മാറ്റി നിർത്തിക്കോട്ടെ, ആരും നിന്നെ മാറ്റിയാലും നിന്റെ ദൈവം നിന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 23:20. അതാണ്, ഇതാ നിനക്ക് മുമ്പേ ഞാനൊരു ദൂതനെ അയക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ നാട്ടിലുള്ള പ്രമാണിയായ ഒരു നമ്പൂതിരിയുടെ അടുത്ത്, ഞങ്ങൾക്ക് ഏകദേശം പ്രായമുള്ള ഒരു നമ്പൂതിരിയാണ്, ആ പുള്ളിയുടെ അടുത്ത് ചെന്നിട്ട് 3 പേര് ചെന്ന് പറഞ്ഞു, അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കണം, അവനെ വിലക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നമ്പൂതിരിയും പറഞ്ഞത് ഇതുപോലെയാ. അവൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ, ഈ കുട്ടൻ ധ്യാനം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ധ്യാനത്തിന് പോയി വന്നപ്പോൾ മുമ്പത്തേക്കായി നല്ല ആളായി എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടത്. അവൻ്റെ വഴിക്ക് പൊക്കോട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ആ നമ്പൂതിരി നമുക്കവിടെ 10 സെന്റ് സ്ഥലം തന്നു, നല്ലൊരു വീട് വെച്ചു, ഒരു കടമുറി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ സൗകര്യങ്ങൾ കൊണ്ട് ദൈവം എന്നെ ഉയർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമാണ്. ഒരിക്കലും. ഇവിടെ ഒരുപാട് വിശ്വാസികളുണ്ട്, എന്നെപ്പോലെ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവർ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും യേശുവിൻ്റെ കരം വിടരുത്. കാരണം ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും, ആരെല്ലാം നിന്നെ ഒഴിവാക്കിയാലും യേശു ക്രിസ്തു ഒരിക്കലും നിന്നെ കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്ന് ഞാനങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ഈശോയുടെ മുമ്പിലിരുന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സ്വരം കേൾക്കുക. അവൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെയാ. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ
സിയോൻ പർവ്വതം പോലെ. സിയോൻ പർവ്വതത്തിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും ഉയർന്നു നിൽക്കുക. എന്നിട്ട് അവൻ എന്നോട് പറയാം, നിന്റെ വീട് മോനെ ഈ റോഡിൻ്റെ പൊക്കത്തല്ലേ നിൽക്കുന്നത്? അതെ. ഈ നാട്ടിൽ നീ പൊക്കത്തല്ലേ നിൽക്കുന്നത്? അതെ. നിനക്ക് വീട് തന്നില്ലേ? ഉവ്വ്. നിനക്ക് മക്കളെ തന്നില്ലേ? ഉവ്വ്. ജീവിത പങ്കാളിയെ തന്നില്ലേ? ഹല്ലേലൂയ. നീ പിറകിലൊക്കെ ഒന്ന് ഇരിഞ്ഞു നോക്ക്. ഹല്ലേലൂയ. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയും ഇപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ നിന്നെ ദൈവം എത്രമാത്രം ഉയർത്തി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവൻ സിയോൻ പർവ്വതം പോലെയാണ്. അവന് ഒരിക്കലും ഒരു വ്യക്തിക്ക് പോലും ഒന്നും തൊടാനായിട്ട് പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ എൻ്റെ അപ്പനയിലിടയ്ക്ക് മരിച്ചു. അപ്പം മരിച്ച് പിന്നെ എൻ്റെ കല്യാണം വരികയാണ്. എൻ്റെ കല്യാണ സമയത്ത് ഈ ഇളയപ്പന്മാരും മറ്റൊക്കെ ഇടഞ്ഞു നിൽക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ കല്യാണം വന്നപ്പോൾ ആരും നമ്മുടെ കല്യാണം ചെയ്യാനോ ഒന്നിനുമില്ല. എന്നാൽ എല്ലാം ദൈവം ക്രമീകരിച്ചു. മാത്രമല്ല, എൻ്റെ ഇളയപ്പൻ ചെയ്തത്, ഈ ഞങ്ങളുടെ വലിയ കുടുംബം, ഈ കുടുംബത്തെല്ലാം ചെന്ന് കല്യാണത്തിന് ബ്ലോക്ക് ചെയ്തു. ആരും കല്യാണത്തിന് പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം മാത്രമല്ല, ഈ ഇളയപ്പൻ 1500 രൂപ ഒരു മന്ത്രവാദിയുടെ അടുത്തുകൊണ്ട് കല്യാണം മുടക്കാൻ വേണ്ടി 1500 രൂപ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് കല്യാണ ദിവസം ഈ നമ്മുടെ കുടുംബക്കാരൊക്കെ ഇങ്ങനെ വീടിൻ്റെ പൊത്തിലിരുന്ന് ഇങ്ങനെ നോക്കുക, കല്യാണം മുടങ്ങോ, എങ്ങനെ പൊട്ടും എന്നൊക്കെ നോക്കിയിരിക്കുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവിക്കുന്ന ദൈവം 98-99 വയസ്സായ അപ്പാപ്പന്മാർ പോലും എൻ്റെ കല്യാണത്തിന് വന്നു. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്ത്, എൻ്റെ വീട്ടിൽ ഇതുപോലെ ഇത്രയും വലിയൊരു കല്യാണം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത്ര വലിയൊരു കല്യാണം എൻ്റെ ദൈവം എനിക്ക് നടത്തി തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നല്ലൊരു ജീവിത പങ്കാളിയെ തന്നു, 2 മക്കളെ തന്നു. ഇന്ന് സുഖമായിട്ട് ജീവിക്കുന്നു, സന്തോഷത്തോടെ, സമാധാനത്തോടെ. പ്രിയപ്പെട്ടവരെ, ഓട്ടോറിക്ഷ ഓടിച്ചിട്ടാണെങ്കിലും നല്ല ഒരു വരുമാനമുള്ള ജോലി എനിക്കെൻ്റെ ദൈവം തന്നു. കാരണം ആ സമയത്തൊക്കെ ഞാൻ ഈ കട നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ, എനിക്ക് ഈ കട നടത്തുമ്പോൾ ശുശ്രൂഷയ്ക്ക് പോകാനോ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് പോകാനോ, ഈ സീനായ് ധ്യാനകേന്ദ്രത്തിലേക്ക് വരാൻ പോലും എനിക്ക് വലിയ പ്രയാസമായിരുന്നു. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എനിക്ക് നല്ല ഒരു ജോലി, 500 രൂപയുടെ ഒരു ജോലി മതി, വേറൊന്നും വേണ്ട. അങ്ങനെ 2007 എനിക്കൊരു ഓട്ടോ വാങ്ങാനുള്ള കൃപ തന്നു. അങ്ങനെ ഓട്ടോ വാങ്ങി, നല്ല ഓട്ടോ, ഏകദേശം 1000-1500 രൂപയ്ക്ക് കൂടും. മാത്രമല്ല, ഇപ്പോൾ സ്കൂൾ ട്രിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ പാല് കൊണ്ടൊരു നമ്പൂരിയുടെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടുപോകണം, അതിൻ്റെ വാടകയുണ്ട്. എല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ തന്ന ഒരു വലിയ സാക്ഷ്യം, ഒരു ചെറിയ സാക്ഷ്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, ഒരു ദിവസം മുഴുവനും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞാൽ തീരാത്ത അത്ര വലിയ അനുഗ്രഹങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം മാത്രമേ പറയുവാനുള്ളൂ. നമ്മുടെ ഈ സീനായ് ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 2000 മുതൽ എനിക്ക് ഈ സീനായ് ധ്യാനേന്ദ്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ പറയുക, എൻ്റെ അമ്മ തറവാടാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഇതിലായിരുന്നു എൻട്രൻസ്. ഇതിലേക്ക് നിങ്ങൾ കയറി വരിക, എൻട്രൻസ് ഇതിലായിരുന്നു. ആ ബിൽഡിങ്ങിന് ഞാൻ എന്താ പറയുക, ഫൗണ്ടേഷൻ കളിച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങിന്. കാരണം അന്ന് ശുശ്രൂഷ കഴിഞ്ഞ് 1 മണിക്കൂർ എല്ലാവരും ഒരു ശ്രമദാനം നടത്തുമായിരുന്നു. പഴയ കാലത്ത് വന്നിരുന്ന ആൾക്കാർക്കറിയാം. ഒരു ആൻ്റണി കൊമ്പൻ എന്ന് പറയുന്നൊരു വ്യക്തി, അറിയുന്ന ആൾക്കാരുണ്ടോ? അങ്ങനെ വ്യക്തിക്ക് ഞങ്ങളുടെ ഒരു എൽഡറായിരുന്നു പുള്ളി. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്കും നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നുമില്ല. ഇവിടെ കടന്നു വരുന്ന ഓരോ വിശ്വാസികളും, പ്രിയപ്പെട്ടവരെ, നിൻ്റെ വിശ്വാസം ഒരിക്കലും ചോർന്നു പോകരുത്. നിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രയാസം വന്നാലും, രോഗം വന്നാലും, ആര് നിന്നെ തള്ളി പറഞ്ഞാലും മാറ്റി നിർത്തിയാലും യേശു ക്രിസ്തു ഒരിക്കലും നിന്നെ കൈവിടില്ല. ഇത് ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാം. ഇന്ന് എൻ്റെ നാട്ടിൽ ചെന്നിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ, ഈ മരുതൂർ സെൻറ്ററിൽ ചെന്ന് ചോദിച്ചാൽ, കുട്ടൻ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടൻ എന്ന് ചോദിച്ചു. ജീസസ് കുട്ടനാണോ യേശു കുട്ടനാണോ എന്ന് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച ദിവസം ഞാൻ സ്റ്റാൻഡിലേക്ക് ചെന്നാൽ ചോദിക്കും, ഇന്നെന്താടാ നീ കുർബാനയ്ക്ക് പോയില്ലേ എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, എന്നും ആ നാട്ടിൽ തന്നെ കർത്താവ് പറഞ്ഞതുപോലെ സിയോൻ പർവ്വതം പോലെ എന്നെ ഉയർത്തിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, എല്ലാവരോടും നല്ല സ്നേഹത്തിൽ ഇടപെടാൻ പരിശുദ്ധാത്മാവ് നയിക്കുന്നു. എല്ലാവരും, എവിടെ മരണമുണ്ടോ, എന്ത് പരിപാടിയുണ്ടോ അവിടെ എത്തും. എന്ത് പരിപാടിയുണ്ടോ നമ്മൾ അവിടെ എത്തും. ദൈവം നമ്മളെ അതാണ് പഠിപ്പിക്കുക, പരിശുദ്ധാത്മാവ് അതാണ് പഠിപ്പിക്കുക. അതൊരു പ്രത്യേക ഒരു കൃപയാണ്. എല്ലാവരോടും സ്നേഹത്തിൽ, നമ്മളെ വേദനിപ്പിക്കുകയാണ് ആയിക്കോട്ടെ, നമ്മളെ കുറ്റപ്പെടുന്നവരായിക്കോട്ടെ, നമ്മളെ ഭാര വെക്കുന്നവരായിക്കോട്ടെ, എല്ലാവരോടും സ്നേഹത്തിൽ ഒന്നായി ജീവിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, ഞാൻ പരിശുദ്ധ അമ്മ തന്ന സാക്ഷ്യം കൂടി പറഞ്ഞ് 55 അവസാനിപ്പിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞത്. 5 മിനിറ്റ് കൂടി ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 ആണുങ്ങളാണ്. ഞങ്ങൾക്ക് പെങ്ങന്മാരില്ല. 4 ആണുങ്ങളാണ്. അതിലേറ്റവും ഇളയവനാണ് ഞാൻ, ഉണ്ണികൃഷ്ണൻ എന്ന കുട്ടൻ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മൂത്ത ചേട്ടൻ 2 ആൺകുട്ടികളാണ്. രണ്ടാമത്തെ ചേട്ടൻ 3 ആൺകുട്ടികളാണ്. മൂന്നാമത്തെ ചേട്ടൻ 2 ആൺകുട്ടി. എനിക്കുണ്ടായത് ആങ്കത്തായിട്ട് ആൺകുട്ടി. ഹല്ലേലൂയ. അപ്പം ഞാൻ എൻ്റെ ആ എന്താ പറയുക, ഹൃദയത്തിൻ്റെ ആ വലിയ വേദനയോടുകൂടി ഞാൻ എൻ്റെ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പെൺകുഞ്ഞില്ലാത്തത്? എനിക്ക് വലിയ ഇഷ്ടം ഇപ്പോഴും അതെ പെൺകുഞ്ഞുങ്ങളെ, അതുപോലെ ഈ നമ്മുടെയൊക്കെ പെങ്ങന്മാരുടെ പ്രായമുള്ള സ്ത്രീകളെ വലിയ ഇഷ്ടമാണ്. അവരുടെ ആ വേദനയും പ്രയാസവും കേൾക്കുമ്പോൾ വലിയ സങ്കടം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ എന്തുകൊണ്ടാണ് എനിക്കൊരു പെൺകുഞ്ഞ് എൻ്റെ ഭവനത്തിലില്ലാത്തത്? അന്ന് പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വചനം പങ്കുവെക്കാൻ ഇതുപോലെ കടന്നു വന്ന ആ സഹോദരനുമായിട്ട് ഞാനിത് പങ്കുവച്ചു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഉണ്ണി, നീ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചത് മുതൽ ഈശോവിനെ നീ കണ്ടുമുട്ടിയതുപോലെ പിന്നെ നിനക്ക് പാപമോ ശാപമോ ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് ഇങ്ങനെ, എന്തെങ്കിലും പാപം നിമിത്തമാണോ ശാപം കൊണ്ടാണോ എൻ്റെ വീട്ടിൽ മക്കൾ പിറക്കാത്തത്, പെൺകുഞ്ഞുങ്ങളില്ലാത്തത്? അവൻ പറഞ്ഞു, മോനെ, നീ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക, എനിക്ക് പരിശുദ്ധ അമ്മ പെൺകുഞ്ഞിനെ തരും. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആ ഒരു ലാഘവത്തോടെ ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു, അമ്മേ എനിക്കൊരു പെൺകുഞ്ഞിനെ തരണം. രണ്ടാമത് ആ മൂത്തത് ആൺകുട്ടി 4 വർഷം കഴിഞ്ഞ് ഞാനും എൻ്റെ ഭാര്യയും, ഭാര്യ പറയുമ്പോൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവായി. പ്രിയപ്പെട്ടവരെ, 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾക്ക് അനുഗ്രഹ എന്നാണ് അവൾക്ക് ആദ്യമിട്ട പേര്. എന്നാൽ അവൾക്ക് മാമുദീസ പേര് അനു മരിയ എന്ന് പേര് നൽകി. പ്രിയപ്പെട്ടവരെ, അവൾ പള്ളിയിലൊക്കെ ഞങ്ങളുടെ ലാറ്റിൻ കുർബാനയിൽ അവൾ പാഠകം വായിക്കാനൊക്കെ അവൾ നന്നായി വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം കൊണ്ട് എല്ലാ ദിവസവും നിറയുവാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ തന്നു. ഹല്ലേലൂയ. ഇനി സമയമില്ലാത്ത കാരണം 50 55 ഒരു സാക്ഷ്യം കൂടി ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ തന്ന സാക്ഷ്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. 55 നിർത്താനായിട്ട് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആ ചെറിയൊരു കൂട്ടായ്മ പട്ടാമ്പിയിൽ ഏകദേശം 100 പേര് ആ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ 70 പേരും ഹൈന്ദവരായ മക്കളാണ്. ഞങ്ങളുടെ ആ പട്ടാമ്പിയിൽ ഡിവൈൻ കൂട്ടായ്മയുടെ ഒരു വിങ് പ്രവർത്തിക്കുന്നുണ്ട്. 50ഓളം പേര് വിശ്വാസികളാണ്. ഞാൻ ഇതുപോലെ ഒരു ദിവസം ഇങ്ങനെ നിന്ന് ക്ലാസ് എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മ എന്നോട് പറയുകയാണ്, മോനെ ഇതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് എൻട്രൻസ് ഇത് അത്രയും ദൂരമുണ്ട്, അതായത് ഇങ്ങനെ റോഡ് പോകുന്നുണ്ട്. അമ്മ എന്നോട് പറയാം, മോനെ ഇതാ റോഡിൻ്റെ വലത് ഭാഗത്ത് ഒരു ഗ്രോട്ടോ വരും. ഇങ്ങനെ പറഞ്ഞമ്മ, ഒരു ഗ്രോട്ടോ വരും. ആ ഗ്രോട്ടോയിൽ അക്രൈസ്തവരായ അനേകം മക്കൾ മെഴുകുതിരി കത്തിക്ക് പ്രാർത്ഥിക്കുന്നത് നിൻ്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. പ്രിയപ്പെട്ടവർ, ഇത് പറയുന്നത് 3 വർഷം മുമ്പെയാണ് ഈ മെസ്സേജ് എനിക്ക് തന്നത്. ഞാനത് വളരെ ഒരു പൊട്ടന്മാരുടെ പോലെ നമ്മുടെ കൂട്ടായ്മയിൽ പറഞ്ഞു, എൻ്റെ ഇടവകയിൽ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഇറ്റലിയിലുള്ള ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഒരാളുടെ കസിൻ അച്ഛൻ ആ പള്ളി കാണാൻ വരികയാണ്. ഈ പള്ളി കാണാൻ വന്നപ്പോൾ ഈ വ്യക്തി ഈ കാര്യം പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തി ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി എന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുക, അങ്ങനെയാണെങ്കിൽ ആൽബി നമുക്കത് ചെയ്തു കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, 3,10,000 രൂപ ചെലവഴിച്ച് അവിടെ ഒരു ഗ്രോട്ട് ഉയർന്നു 3 വർഷം കഴിഞ്ഞ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ പള്ളിമുറ്റത്തുനിന്ന് കരഞ്ഞ് ഒരു സംഭവം ഉണ്ടായി. അത് ഇന്നതാ. അതായത് ആ പള്ളിയിൽ വികാരിയച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുക, അത്ര ആൾക്കാരൊക്കെ പള്ളിയിലെ എല്ലാ ആ കൈക്കാരന്മാരും മറ്റവരെല്ലാം ഉണ്ടായിരിക്കെ അവർ എന്നെ വിളിച്ചിട്ട് ആ വികാരിയച്ഛൻ പറഞ്ഞു, ഉണ്ണി എവിടെയാണ് നീ ആ ഗ്രോട്ടോ കണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രിയപ്പെട്ടവർ. കാരണം അതിനൊന്നും യോഗ്യതയില്ലാത്ത എന്നെ കർത്താവേ, നിന്നെ ആ സ്വരം കേട്ട കാര്യം ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് ഇന്ന ഭാഗത്താണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇതാ അവിടെ മനോഹരമായ ഒരു ഗ്രോട്ടോ ഉയർന്നു. അനേകം വ്യക്തികൾ, അനേകം അക്രൈസ്തവരായ കുറിയൊക്കെ ഇട്ടിട്ടുള്ള അനേകം വ്യക്തികൾ, അതിൻ്റെ മുമ്പിൽ കോളേജാണ്, അനേകം പെൺകുട്ടികളും ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് എൻ്റെ കണ്ണുകൾ കൊണ്ടുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന വലിയ അനുഗ്രഹത്തിന് പ്രത്യേകമായിട്ട് നമുക്ക് നന്ദി പറയാം. ഈ അവസരത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരു നിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവമേ, അവിടെ നൽകിയ എല്ലാ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. റിയാ 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 ആരിയാ റിയാ 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 റിയാ. എല്ലാവരും സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പോരാ പോരാ പോരാ, സ്തുതിപ്പ് പോരാ പ്രിയപ്പെട്ടവരെ, സ്തുതിക്കട്ടെ, എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവിനെ വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. യേശുവേ, എല്ലാവരും വിളിക്കട്ടെ. യേശുവേ, നിന്റെ ജീവിതത്തിന്റെ പ്രയാസത്തില്, ദുഃഖത്തില്, വേദനയില് യേശുവിനെ വിളിക്ക്. അവനെ നിന്റെ ഉള്ളിലേക്ക് ക്ഷണിക്ക്. പരിശുദ്ധാത്മാവായി ദൈവത്തെ നീ വിളിക്ക്. അവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിയാ 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 റിയാ. വിളിച്ചു പ്രാർത്ഥിക്ക്. മടുപ്പ് തോന്നാതെ വിളിക്കട്ടെ, സ്തുതിക്കട്ടെ, മടുപ്പ് തോന്നാതെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവന്റെ ഉള്ളിലേക്ക് ഇതാ ഈശോ കടന്നു വരുന്നു. അവന്റെ ഉള്ളിലേക്ക് ഈശോ കടന്നു വരുന്നു. ആരിയാ റിയാ 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 റിയാ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്തുതിക്കാൻ പറയുമ്പോൾ, സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരും. അതെങ്ങനെ സ്തുതിക്കണം? ബൈബിൾ പറയുന്നുണ്ട് എങ്ങനെ സ്തുതിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പിന്നെ എങ്ങനെ? പൂർണ്ണ ശക്തിയോടെ. ഇവിടെ ശക്തിയൊന്നും കാണാനില്ലല്ലോ. പ്രിയപ്പെട്ടവർ, നമ്മൾ വീട്ടിൽ ഇങ്ങനെയാണോ സംസാരിക്കുക? വീട്ടിൽ നമ്മൾ എങ്ങനെയാണോ? പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീ ഭവനത്തിൽ ആരെ പോലെ ആകരുതെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് വാചനം ഒന്നും അറിയില്ലേ? സിംഹത്തെ പോലെ ആകരുത്, അല്ലേ? നമ്മൾ പലപ്പോഴും സിംഹത്തെ പോലെയൊക്കെ വീട്ടിലാവാറില്ലേ, ഭവനത്തിൽ? ഇല്ലേ? ഞാനാവാറുണ്ട്. മിനിഞ്ഞാന്ന് കഴിഞ്ഞ 4 ദിവസം മുമ്പ് മകള് 2000 രൂപ ചിലവഴിച്ച് ഡിസ്പ്ലേ നേരേക്ക് കൊടുത്ത ഡിസ്പ്ലേ പൊട്ടിച്ചു. ഞാൻ പറഞ്ഞു, ഇനിയും ഉണ്ട്, അതവിടെ വെച്ചോ, അതവിടെ ഇരുന്നോട്ടെ. ആമയ്ക്ക് കുറുക്കന ആമ കിട്ടിയ പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയാൻ, നിങ്ങൾ ഭവനത്തിൽ സിംഹത്തെ പോലെ ആയിരിക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ സിംഹത്തെ പോലെയൊക്കെ ആവാറുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ തെറ്റാ. പരിശുദ്ധാത്മാവിന് എതിര് പറയാ. നമ്മൾ ഭവനത്തിൽ സിംഹത്തെ പോലെയൊക്കെ ആകാറുണ്ട്, ഇല്ലേ? സ്ത്രീകളാവാറില്ലേ? എവിടെ മുണ്ടാതിരുന്നപ്പം തരണക്ക് പറയാറില്ലേ? അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന ഈ സ്വരം, ഇത് ദൈവം ദാനമായിട്ട് തന്നതല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ മിണ്ടാൻ വയ്യാത്ത ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവർക്ക് ജന്മനാ മിണ്ടാൻ വയ്യോ, അല്ലേ? കാലില്ലാത്ത വ്യക്തിയെ കാണുമ്പോഴല്ലേ നീ എൻ്റെ ദൈവത്തിന് നന്ദി പറയണ്ടേ? കൈയില്ലാത്തവനെ കാണുമ്പോൾ ഇതാ കണ്ടോ, നല്ലത് നീ മേടിച്ചൊന്നും അല്ലല്ലോ, ആണോ? നീ ചോദിച്ചു മേടിച്ചാണോ? എനിക്ക് നല്ല കൈ വേണം, എന്നാലേ ഞാൻ വരുള്ളൂ പുറത്തേക്ക്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ? അമ്മയുടെ ഉള്ളിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന നല്ല കൈയായിരിക്കണം, പറഞ്ഞോ? പറഞ്ഞോ? ഇതൊരു ബോധ്യം പരിശുദ്ധാത്മാവ് തന്നതാ, അല്ലേ ബ്രദറെ? അങ്ങനല്ലേ? ബ്രദർ ഇപ്പം നല്ല 2 കാലുകൾ നിൽക്കുന്നില്ല ആരോഗ്യത്തോടെ, കണ്ടോ? ഇത് ദൈവം ദാനമായിട്ട് തന്നതല്ലേ? ചോദിച്ചു മേടിച്ചതാണോ? അല്ല. ഹല്ലേലൂയ. ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ നീ സീനായി ധ്യാനകത്തിൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ കൃപയല്ലേ? നന്ദി പറഞ്ഞോ? ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. എല്ലാ ദിവസവും നന്ദി പറയേണ്ട ഒരു മേഖലയാണ് പ്രിയപ്പെട്ടവർ. ഞാൻ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു മേഖല പറയാൻ കാരണം, ദൈവമേ, ഇന്ന് ഇതാ എൻ്റെ കൂട്ടായ്മയിൽ ഞങ്ങൾ ഇടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഇതാ കണ്ണ് തുറക്കാനുള്ള കൃപ തന്നതിന് നന്ദി പറയുന്നു. കണ്ണ് തുറക്കാൻ സാധിക്കാതെ എത്രയോ മക്കൾ മരിച്ചില്ലേ? മരിച്ചുപോയി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കുന്നില്ലല്ലോ. നിങ്ങളെന്താ ഇങ്ങനെ ഈ മരം പോലെ നോക്കണം? എന്താ? എനിക്കത് ഇഷ്ടമല്ല. നമ്മുടെ ക്ലാസ് ഞാൻ അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ് കൊടുത്തേ, അല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിൽ നമ്മൾ ദൈവത്തെ കൂട്ടുപിടിച്ചാൽ, പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ചാൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. നിന്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ അനായാസം പ്രവർത്തിക്കുന്ന നിനക്ക് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞേ, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ദൈവം തന്ന ഈ കഴിവിനെ, ദൈവം തന്ന ഈ അനുഗ്രഹം, അതിങ്ങനെ നിൽക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, അല്ലേ?
ഹല്ലേലൂയ. അബ്ദുൽ കലാം എങ്ങനെ മരിച്ചേ? അയ്യോ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ കലാം പറഞ്ഞിരുന്നത് അങ്ങനെ, പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മരിക്കണം, അങ്ങനെ മരിച്ചു വീണു. അങ്ങനെ എത്രയോ വ്യക്തികൾ മരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഇപ്പം നിങ്ങൾ സുഖമായിട്ട് നിൽക്കുന്നില്ല, ദൈവത്തിൻ്റെ കൃപയല്ലേ, ദൈവത്തെ അനന്തമായ സ്നേഹമല്ലേ, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആശുപത്രിയൊക്കെ നടക്കി സന്ദർശിക്കുക. 20 വയസ്സായ, 10 വയസ്സായ, 5 വയസ്സായ, 30 വയസ്സായ വ്യക്തി പോൽ ഒരു കയ്യിൻ്റെ വിരലനക്കാൻ പറ്റാതെ, ഞാൻ ഒരിക്കലും RCC പോയി സന്ദർശിച്ചു പ്രിയപ്പെട്ടവരെ, ഒരു കയ്യിൻ്റെ വിരലനക്കാൻ പറ്റാത്തൊരു സഹോദരനെ കണ്ടു. അപ്പോഴാണ് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. കർത്താവേ, ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു, നല്ല ആരോഗ്യം തന്നതിന് നന്ദി പറയുന്നു. എന്നെ കണ്ടപ്പോൾ എത്ര വയസ്സ് തോന്നും? എത്ര? 20? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 50 വയസ്സ് കഴിഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 50 വയസ്സ് വരെ ദൈവം തന്ന അനുഗ്രഹത്തിന് കോടാനുകൂടി നന്ദി പറയണം. ഹല്ലേലൂയ, അല്ലേ? ഇതിൽ 50 കഴിഞ്ഞ എത്രയോ വ്യക്തികളുണ്ട്. ഹല്ലേലൂയ. 50, 70, ഏട്ടനൊരു 70 വയസ്സ് എന്തായാലും ആയിട്ടുണ്ടാവും, അല്ലേ? പ്രൈസ് ലോർഡ്. കണ്ടോ? ഹല്ലേലൂയ. ബൈബിളിൽ എത്ര ആയുസ് പറയുന്നത്? 70 ഏറിയ 80. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഓരോ ദിവസവും നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു മേഖലയാണ് ഇതൊക്കെ. ഇതിങ്ങനെ നന്ദി പറയുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് എന്തിനുണ്ടാവുക? ജ്വലിക്കാൻ തുടങ്ങുക. അങ്ങനെ മതിയെന്നേ. അല്ലാണ്ട് നമ്മുടെ ചിന്ത ഇപ്പോഴും അങ്ങനെ 10 ഏക്കർ വാങ്ങണം, അല്ലെങ്കിൽ കാറ് വാങ്ങണം, മറ്റേ അത് വാങ്ങണം, ഇത് വാങ്ങണം, കുട്ടീനെ UK അയക്കണം, ഇതന്നെ നമ്മുടെ തലയിലുള്ളൂ. പക്ഷെ ഇത് വിട്ടു പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാ. ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. ഇത് ഞാൻ ചെയ്യുന്ന കേട്ടോ, നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ പറയൂല. പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം ഇതാ. ദൈവമേ, കണ്ണു തുറന്നാൽ കിടക്കപ്പായുന്ന ബെഡിൽ നിന്ന് ആദ്യം തന്നെ കുരിശു വരയ്ക്കും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളും രക്ഷിക്കേണ്ട തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ദൈവമേ, കണ്ണു തുറക്കാനുള്ള കൃപ തന്നതിന് നന്ദി പറയുന്നു. എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഈശോയുടെ ഒരു തിരുഹൃദയത്തിൻ്റെ വലിയ ഫോട്ടോ, ഈശോയുടെ ദിവ്യകാര്യത്തിൻ്റെ ഒരു ഫോട്ടോ, അവിടെ ചെന്ന് ഈശോയ്ക്ക് ആദ്യം നന്ദി പറയും. ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, എന്നിട്ടേ ബാത്റൂമിൽ പോകുള്ളൂ. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ വലിയൊരു കൃപയാ. കാരണം ഞാനും എൻ്റെ ദൈവവുമായിട്ട് അവിഭേദ്യമായൊരു ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ പറയാണ്, ദൈവം മോശയോട് ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് നിന്നോടും സംസാരിക്കാത്തത്? ഹല്ലേലൂയ. നിനക്ക് ദൈവവുമായി അവിഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോശയോട് ദൈവം ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിച്ചിരുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഉണ്ണി ജോർജിനോട് ദൈവം സംസാരിക്കുമോ? സംസാരിക്കും. ലീലമ്മയോട് സംസാരിക്കുമോ? സംസാരിക്കും. കാരണം പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ 4:8 പറയാണ്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. നീ ദൈവത്തോട് ആദ്യം ചേർന്ന് നിൽക്കണം. അല്ലാണ്ട് ദൈവം നിന്റെ കിടക്കപ്പായിലേക്ക് വരുമൊന്നുമില്ല. വരുമോ? ഇല്ല. ഹല്ലേലൂയ. യാക്കോബ് 4:8, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിന്നോടും ചേർന്ന് നിൽക്കും. ഏതൊരു വ്യക്തി എത്രമാത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നോ ഈശോ അവനോട് ചേർന്ന് നിൽക്കും, ഒട്ടിച്ചേർന്ന് നിൽക്കും. ഹല്ലേലൂയ. അപ്പോൾ മോശയോടെന്നതുപോലെ ദൈവം നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നെ സന്ദർശിക്കും. ഹല്ലേലൂയ. ദൈവം നിന്നോട് സന്ദർശിക്കും. ദൈവം എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങൾ പറ്റില്ല പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, ഞാൻ ചെയ്യുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ട്രിപ്പൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പാട്ടൊക്കെ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ. അത് ഈ വാഹനത്തിലടക്കം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ മാസത്തിൻ്റെ മുമ്പത്തെ മാസം ഞാൻ ഇവിടെ എൻ്റെ ജീവിത പങ്കാളിയും മക്കളുമായിട്ട് വരുമ്പോൾ, ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പോരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങനെ ഈ വാഹനത്തിൽ പോലും ഈ അഭിഷേകം നിറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒരു കാലിന് തളർച്ചയുള്ള ഒരു സ്ത്രീയുമായിട്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് എൻ്റെ വാഹനത്തിൽ, അന്ന് ഞങ്ങളുടെ പട്ടാമ്പിയിൽ നേർച്ച ഭയങ്കര ബ്ലോക്കാണ്. എന്നിട്ട് എങ്ങനെ പട്ടാമ്പിയിൽ പോയി അങ്ങനെ
നമ്മുടെ കുന്നംകുളം പോയി, അങ്ങനെ തൃശ്ശൂർ പോയി, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി, എൻ്റെ വാഹനത്തിൽ എൻ്റെ ഓട്ടോയിൽ ആ വ്യക്തി അവിടെ കൊണ്ടാക്കിയിരിക്കുക. ഇന്ന് ധ്യാനം തീരുക. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് ഇവിടെ സീനായിൽ ശുശ്രൂഷയുണ്ട്, ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ടേ വരൂ, അല്ലാണ്ട് വരാൻ പറ്റൂല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു മാസം മുമ്പേ ഏറ്റതാണോ. ഹല്ലേലൂയ. ഇനി ഇവിടുന്ന് പോയി ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന അത്ര വലിയ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ വളരണം. എങ്ങനെ? വിശുദ്ധ ബൈബിൾ വായിക്കണം എല്ലാ ദിവസവും. ഒരു ദിവസം പോലും ബൈബിൾ വായിക്കാത്തൊരു ദിവസം ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇതില്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ നമുക്ക് ആപ്പില്ലേ അല്ലേ? POC ബൈബിൾ എന്നടിച്ചാൽ ആപ്പ് വരും, POC ബൈബിൾ. പ്രിയപ്പെട്ടവരെ, ആ ബൈബിൾ നമ്മൾ എല്ലാ ദിവസവും വെറുതെ ഇരിക്കുമ്പോൾ എത്രയോ സമയം നമ്മൾ വെറുതെ കളയുന്നു ഇല്ലേ? എത്രയോ സമയം വെറുതെ കളയുന്നു. ആ സമയമൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഒരു ബോധ്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ സംസാരിക്കുക അല്ലേ? നമ്മളിങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോട് ഇങ്ങനെ പറയും. എന്നാൽ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കും. ഇത് ബുധനാഴ്ച രാവിലെ ഞാൻ വായിച്ചപ്പോൾ, തുറന്നപ്പോൾ ഈശോ എന്നോട് പറഞ്ഞ വചനം ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഹല്ലേലൂയ. കർത്താവേ, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നീ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് പരിശുദ്ധാത്മാവ് എനിക്ക് ഈ ബോധ്യം തന്നത്, ഈ വചനം തന്നത്. അങ്ങനെ അച്ഛനുമായി ഞാൻ രാവിലെ ഒന്ന് സംസാരിച്ചപ്പോഴും അച്ഛനും പറഞ്ഞ കാര്യം ഒരേപോലെ. കണ്ടോ? ഇതാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവമായിട്ട് അവിഭേദ്യമായൊരു ബന്ധമുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാരണം. ഒന്നാമത്തെ കാര്യം അതാ, വേറൊന്നുമില്ല. എനിക്ക് വേറൊന്നും വേണ്ട, എനിക്കെൻ്റെ ദൈവം മാത്രം മതി, എനിക്കെൻ്റെ യേശു മാത്രം മതി.